നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി പൂഞ്ഞാർ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF-RSS ഡീൽ പരാജയപ്പെടുത്താൻ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി നടക്കൽ ഫൗസിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ജ്യോതി വാസ് പറവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘ് പരിവാറിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ തടസ്സമായി നിൽക്കുന്നത് മതേതര സ്വഭാവമുള്ള രണ്ട് മുന്നണികളാണ്. ഇവയെ തകർത്ത് അധികാരത്തിലെത്തുകയെന്ന ലക്ഷ്യമാണ് സംഘ് പരിവാറിനുള്ളത്. ഇടതുമുന്നണിയെ തുടർച്ചയായി അധികാരത്തിൽ നിലനിർത്തി ജീർണിപ്പിച്ച് ജനങ്ങൾ പൂർണ്ണമായി വെറുക്കുന്ന അവസ്ഥയിലാക്കുകയും അതേസമയം തന്നെ പ്രതിപക്ഷത്തുള്ള മുന്നണി തുടർച്ചയായ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടിവരുന്ന അവസ്ഥയിൽ സ്വയം ഇല്ലാതാവുകയും ചെയ്യുകയെന്നതാണ് സംഘ് പരിവാർ അജണ്ടയെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ അധികാരവും അധികാരമില്ലായ്മയും ഏത് രാഷ്ട്രീയ പാർട്ടിയെയും ജീർണതയിലേക്ക് നയിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘ് പരിവാർ പയറ്റി വിജയിച്ച അജണ്ടയാണിത്. ഈ അജണ്ട തിരിച്ചറിഞ്ഞ് നിലവിലെ ഭരണകക്ഷിയെ താഴെയിറക്കുകയും പ്രതിപക്ഷ മുന്നണിയെ അധികാരത്തിലേക്കെത്തിക്കുകയും ചെയ്യുക എന്നതാണ് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ന് ജ്യോതി വാസ് പറവൂർ കൂട്ടിച്ചേർത്തു. ഈ നിലപാടാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന തലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സംഘ് പരിവാറിന് ജയസാധ്യതയുള്ളിടത്തൊഴികെ എല്ലായിടത്തും UDF-നെ പിന്തുണയ്ക്കാനാണ് വെൽഫെയർ പാർട്ടി തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ബൈജു സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PA നിസാം, മണ്ഡലം സെക്രട്ടറി യൂസഫ് ഹിബ, മുനിസിപ്പൽ പ്രസിഡന്റ് VA ഹസീബ്, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് AK ജയമോൾ, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ റൈന നൌഫൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് വരാൻ പ്രധാനപ്പെട്ട മറ്റൊരു തടസ്സമായി നിൽക്കുന്നത് കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ മുന്നണികളാണ്. രണ്ട് പ്രബല മതേതര മുന്നണികൾ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മതേതര സ്വഭാവമുള്ള ഒരു മുന്നണി, UDF നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മുന്നണി മതേതര സ്വഭാവമുള്ള മുന്നണി, അതുപോലെ തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേറൊരു കൂട്ടരായി നിൽക്കുന്നു. ഇത്തരം ഒരു രാഷ്ട്രീയ ഘടനയിൽ ഈ രണ്ട് മുന്നണികളെയും തകർത്തുകൊണ്ടല്ലാതെ മറ്റൊരു ബദല് BJP-യെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായ തിരിച്ചറിവും അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിന്റെ അധികാര ഘടനയിലേക്ക് വരാൻ ഈ പറഞ്ഞ മൂന്ന് സംഗതികളെയും പൊളിച്ചെഴുതിക്കൊണ്ടല്ലാതെ കേരളത്തിന്റെ അധികാര ഘടനയിലേക്ക് അവർക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് അവർ നമ്മുടെ സംസ്ഥാനത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ സംസ്ഥാനത്തെ മതേതര സ്വഭാവമുള്ള ജനവിഭാഗങ്ങളെ പരസ്പരം വിഘടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചിന്തകളും പദ്ധതികളും അവർ നടപ്പിലാക്കുന്നു. നമുക്കറിയാം, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും ഈസ്റ്റർ കാലത്തുമൊക്കെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ, അവർക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ആളുകളെ അവരുടെ പള്ളികളിലേക്ക് അടക്കം കടന്നു കയറിക്കൊണ്ട് സംഘപരിവാർ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് നമുക്ക് കാണാൻ കഴിയും. ഒരു വശത്ത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ വല്ലാതെ ആക്രമിക്കുകയും അവരുടെ സ്വത്തുവകൾ അടക്കം കൊള്ളയടിക്കുകയും ചെയ്യുന്ന സമീപനം പുലർത്തുമ്പോ ഒരു വശത്ത് അങ്ങനെ ചെയ്യുകയും മറുവശത്ത് ക്രിസ്ത്യൻ മിഷണറിമാരെയും ബിഷപ്പുമാരെയും ഒക്കെ കണ്ടുകൊണ്ട് ക്രിസ്മസിന്റെ നാളിൽ, ഈസ്റ്ററിന്റെ നാളിൽ ഒക്കെ അവരുടെ ബിഷപ്പുമാരെയും ഒക്കെ കണ്ടുകൊണ്ട് മറ്റൊരു PR വർക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശത്രുപക്ഷത്ത് ഇവിടുത്തെ സംഘപരിവാറിന്റെ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ്ത്യൻ ജനവിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ മർദ്ദിക്കുന്ന സംഘപരിവാറുകാർ, മണിപ്പൂരിലടക്കം അവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറുകാർ കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ ഇവിടുത്തെ ബിഷപ്പുമാരെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അവരോട് വലിയ ചങ്ങാത്തത്തിലേക്ക് പോകുന്നു. മാത്രവുമല്ല, ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഇവിടുത്തെ മതേതരത്വ സ്വഭാവത്തെ തകർക്കുന്ന സ്വഭാവത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളാണ് എന്ന് പറയുന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രസ്താവനകൾ നടത്തുകയും അതിന് ഇല്ലാത്ത നുണപ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമാനതകളില്ലാത്തൊരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, ക്രിസ്ത്യൻ ജനവിഭാഗം, മുസ്ലിം ജനവിഭാഗം ഗണ്യമായ ജനവിഭാഗങ്ങളാണ്. മറ്റൊരു സമുദായമാണ് ഈ കേരളത്തിലെ ഈഴവ സമുദായം. നമുക്കറിയാം, ഈഴവ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ചെന്നുകൊണ്ട് പണ്ടേ BDS ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാറിനോട് വിധേയത്വം കാണിച്ച വെള്ളാപ്പള്ളി നടേശൻ നിരവധി സാമ്പത്തിക പരമായിട്ടുള്ള കുറ്റങ്ങൾക്ക് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസിയുടെ കണ്ണിൽ ഉടക്കിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ആ വെള്ളാപ്പള്ളി നടേശനെ അടക്കം കേരളത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് കേരളത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ വൈരുദ്ധ്യം സൃഷ്ടിക്കാൻ നടത്തുന്ന വലിയ ആസൂത്രിതമായ നേട്ടങ്ങൾ നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ മതസാഹോദര്യം തകർക്കുവാൻ അവർ പ്രധാനപ്പെട്ട അജണ്ടകളുമായി വരുന്നു. അപ്പോൾ സംഘപരിവാർ ഒരു കാര്യം മനസ്സിലാക്കി, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരണം. അപ്പുറത്ത് നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു തകർച്ചയുടെ വക്കിലാണ്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള, ഉദാഹരണമായി പറഞ്ഞാൽ കർണാടകയും തെലങ്കാനയും ഒഴിച്ചുള്ള മിക്ക സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറി. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിന്റെ ഒരു അധികാര ഘടനയിൽ ഈ ഒരു 10 വർഷമായിട്ടാണ് UDF അധികാരത്തിലേക്ക് വരാത്തത്. മൂന്നാം വട്ടവും UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് ഈ കേരളത്തിൽ അസ്തമിച്ചു പോകുമെന്നുള്ള തിരിച്ചറിവിൽ സംഘപരിവാറിന്റെ കുരുട്ടുബുദ്ധി ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ തന്നെ സംഘപരിവാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി കോൺഗ്രസിനെതിരായി രാഷ്ട്രീയ സമീപനം കേരളത്തിൽ എടുത്തത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം വട്ടവും അധികാരത്തിൽ വരണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നു. മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വന്നാൽ ജനവിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമ്പൂർണമായ തകർച്ചയായിരിക്കും അതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തെ സഹായിക്കണമെന്ന് പറയുന്ന നിലപാടിലേക്ക് അവർ രാജ്യത്തെ ചില ഉദാഹരണങ്ങൾ പഠിച്ചുകൊണ്ട് ബംഗാളിലും മറ്റും 35 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അകന്നു പോയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മനസ്സിലാക്കി. ത്രിപുരയിലും മറ്റും അധികാരം തുടർച്ചയായി കിട്ടിയപ്പോ എങ്ങനെ ജനവിരുദ്ധമായി എന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം ടേമും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തെ കൊടുക്കണമെന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു ഡീൽ അവർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മുന്നോട്ട് വെക്കുന്ന വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഈ തരുണത്തിൽ സവിശേഷമായിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ സവിശേഷമായി BJP ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഒഴികെയുള്ള എല്ലായിടത്തും സംഘപരിവാർ കേരളത്തിൽ ഇടതുപക്ഷവുമായി രാഷ്ട്രീയ സഖ്യമുണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ പോലുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം പഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ വിജയങ്ങൾക്കപ്പുറത്തും നമ്മുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറത്ത് ഇത് ഈ ജനാധിപത്യ ചേരിക്ക് വേണ്ടിയിട്ടുള്ള, ഈ മതേതര ചേരിക്ക് വേണ്ടിയിട്ടുള്ള, സർവോപരി ഇവിടുത്തെ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗപൂർണമായ പക്വമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത്.